Hello everyone, welcome back to TripOmeter Goa series. ഇന്ന് നമ്മുടെ ഡേ 2 ആണ് ഗോവയിലെ. ഗോവയിലെ നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർവലം ഫാൾസ് കാണാൻ ഒരു പ്ലാനോടെയാണ്. കലാംഗുട്ടിയിൽ നിന്നും ഏകദേശം ഒരു 35 കിലോമീറ്റേഴ്സ് റൈഡാണ്. ഗോവ എന്ന് പറഞ്ഞാൽ ബീച്ചസ് മാത്രമല്ല, നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. ചിലത് ഇപ്പോഴും അൺഡിസ്കവേർഡ് ആണ്. ഉച്ചയ്ക്കുള്ള ചൂട് കണ്ടപ്പോൾ വാട്ടർഫോൾസ് പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നാണ് നമ്മൾ കരുതിയത്. ബട്ട് ഹാർവലം ഫാൾസ് എന്തായാലും നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. ഒരുപാട് പോപ്പുലറായ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല ഇത്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ ബഹളവും തിരക്കും ഇഷ്ടപ്പെടാത്തവർക്ക് ഹാർവലം ഒരു പീസ്ഫുൾ ഗെറ്റവേ സ്പോട്ട് തന്നെയായിരിക്കും. ഹാർവലം ഫാൾസ് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മോർജിം ബീച്ചാണ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ടൈമിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. വളരെ കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഈ ബീച്ച്. തിരക്കും കുറവായിരുന്നു. മോർജിം ബീച്ചിൽ വരാനുള്ള മെയിൻ റീസൺ വേറെയാണ്. ഗോവയിൽ ദ ബെസ്റ്റ് ബർഗേഴ്സ് എവിടെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നൺ അതർ ദാൻ ദ ബർഗർ ഫാക്ടറി. എങ്ങനെയാണ് സംഭവം? ഇവിടെ തന്നെ ഫ്രഷ്ലി ബേക്ക് ചെയ്തെടുക്കുന്ന ബൺ ആൻഡ് ഇവിടെ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പാറ്റീസ് ആൻഡ് ഇവരുടെ ബീറ്റ്റൂട്ട് മയനീസ്, ഇതൊക്കെയാണ് ഇവരുടെ ഹൈലൈറ്റ്സ്. ബീച്ച് ഫേസ് ചെയ്ത് ആ സൺസെറ്റ് ഒക്കെ കണ്ട് ആ ഈവനിങ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ബർഗർ ഫാക്ടറിയിൽ നിന്നും നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. ഗോവയിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാ റോഡുകളിലും, എന്തിന് ചെറിയ കട്ട് റോഡ്സിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഡിന്നറിന് ശേഷം ഫൈനലി നമ്മൾ റൂം എത്തി. എല്ലാവരും അത്യാവശ്യം ടയർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഡേ 2 വൈൻഡ് അപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കലാംഗുട്ടെ ബീച്ചിലാണ്. ഇന്ന് നമ്മൾ കുറച്ച് എക്സൈറ്റിംഗ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ എക്സൈറ്റിംഗ് പരിപാടികൾ എന്നല്ലേ? വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ട്രൈ ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ ഇത് പാക്കേജ് ആയിട്ടല്ല എടുത്തത്. പാരാസെയിലിംഗ് ആൻഡ് ജെറ്റ് സ്കീ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. പാരാസെയിലിംഗ് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ആ ഹൈറ്റിൽ നിന്നും കാണുന്ന ആ വ്യൂ ആൻഡ് ആ ഫീൽ, ഇറ്റ്സ് സിംപ്ലി ഓസം. പാരാസെയിലിംഗ് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്ന നമ്മളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര നമ്മൾ എൻജോയ് ചെയ്തു എന്ന്.
ഏത് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്താലും അവിടുത്തെ ലോക്കൽ ക്വിസീൻ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ഇല്ലെങ്കിൽ ആ യാത്ര ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഗോവൻ താലി കഴിക്കാൻ ഡിസൈഡ് ചെയ്തു. ഓൺ ദി വേ ഒരു ചെറിയ ഷോപ്പിങ്ങിനൊന്ന് നിർത്തി. കാഷ്യൂ നട്ട്സ് ആൻഡ് കോക്കമൊക്കെ ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. റിറ്റ്സ് ഹോട്ടൽ ആണ് ഗോവൻ താലിക്ക് വളരെ ഫേമസ് ഇൻ ഗോവ. നമ്മൾ പോകുന്നത് റിറ്റ്സ് ക്ലാസിക്കിലേക്കാണ്. ഇതാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച്. ഒന്നും നോക്കിയില്ല, ആദ്യം തന്നെ ഗോവൻ ഫിഷ് താലി ഓർഡർ ചെയ്തു. എല്ലാ ഡിഷും വന്നപ്പോൾ ടേബിളിന് വലിപ്പം കുറച്ച് കുറവാണോ എന്ന് തോന്നി. ആ ചൂട് ചോറും ഗോവൻ ഫിഷ് കറിയും ഫിഷ് റവ ഫ്രൈയും ഒന്നും പറയാനില്ല. താലിയിലെ ഓരോ ഡിഷും അടിപൊളിയായിരുന്നു. ഐ ഹൈലി റെക്കമെൻഡ് ഈ പ്ലേസ്. ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഫോർ ലഞ്ച്. റിറ്റ്സിലെ ലഞ്ച് കഴിഞ്ഞ് ഗോവയിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ് നമ്മുടെ യാത്ര. ഓൾഡ് ഗോവയിലാണ് ഇതിന്റെ ലൊക്കേഷൻ. പോർച്ചുഗീസ് കൊളോണിയൽ ആർക്കിടെക്ചറിൽ പണിത ഈ ചർച്ചിന് 400 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഈ ചർച്ചിനെ നേരിട്ട് കാണുമ്പോഴേ ഇത് എത്ര വലിയ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ചർച്ചിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അകത്തെ ആ ബ്യൂട്ടിഫുൾ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ബട്ട് പറയാതിരിക്കാൻ വയ്യ, ചർച്ചിലെ ആൾത്താർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. 1552 മരിച്ച സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ബോഡി ഈ ചർച്ചിലാണ് ഉള്ളത്. 10 വർഷത്തിൽ ഒരിക്കൽ ബോഡി പബ്ലിക് വ്യൂവിങ്ങിന് വെക്കും. ഇപ്പോഴും സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ബോഡി ഒരു കേടുമില്ലാതെ ഇരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗോവയിലെ നമ്മുടെ ലാസ്റ്റ് ഈവനിങ് അഞ്ജുന ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഈവനിങ് സ്കൈൻ്റെ ആ കളർ, വേവ്സിൻ്റെ സൗണ്ട് ആൻഡ് ആ കാറ്റ് നമ്മളെ ശരിക്കും അവിടെ പിടിച്ചു നിർത്തി. ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ബീച്ച് ഇതാണെന്ന് തോന്നി. ഗോവയിൽ 3 ഡേയ്സ് പോയത് നമ്മൾ അറിഞ്ഞതേയില്ല. 3 ഡേയ്സ് ടു ഷോർട്ടായോ എന്ന് തോന്നി. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ തീരുമാനിച്ചു, ഗോവയിലേക്ക് നമ്മൾ വീണ്ടും വരുമെന്ന്. ട്രിപ്പോമീറ്ററിൻ്റെ ഈ ഗോവ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.